SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വൻ തിരിച്ചടി. വെള്ളാപ്പള്ളി നടേശനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കി ഹൈക്കോടതി ഉത്തരവ്. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള മറ്റ് ഡയറക്ടർമാരെയും കോടതി അയോഗ്യരാക്കി. MK സാനു ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് TR രവിയുടേതാണ് നടപടി. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത SNDP യോഗത്തിന്റെ ഓഡിറ്റ് അക്കൗണ്ടുകൾ യഥാസമയം ഹാജരാക്കിയില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. തുടർച്ചയായി 3 വർഷം കണക്കുകൾ ഹാജരാകാത്തത് അയോഗ്യതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടി. 2006 ശേഷം യോഗം അധികൃതർക്ക് കൃത്യമായ കണക്കുകൾ സമർപ്പിച്ചിട്ടില്ലെന്നും അതിനാൽ ഭരണസമിതിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കാണിച്ചാണ് 2020 കോടതിയിൽ ഹർജിയെത്തിയത്. ഭരണം നിയമാനുസൃതമല്ലെന്ന് വ്യക്തമായതോടെ വെള്ളാപ്പള്ളി നടേശന് പുറമെ ഡോക്ടർ MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് എന്നിവർക്ക് ബോർഡ് അംഗങ്ങളായി തുടരാനാകില്ലെന്ന് കോടതി ഉത്തരവിട്ടു. നിലവിലെ ഭാരവാഹികൾ 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. തുടർച്ചയായി 3 വർഷം സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ SNDP യോഗം സർക്കാരിനെ സമീപിക്കുകയും പിഴയടയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് സർക്കാർ ഇളവ് അനുവദിച്ചു. ഇതിനെ ചോദ്യം ചെയ്താണ് അന്തരിച്ച എഴുത്തുകാരൻ MK സാനുവും SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചത്. കമ്പനി നിയമപ്രകാരം കമ്പനികൾക്ക് മാത്രമേ ഇത്തരം വീഴ്ചകളിൽ ഇളവ് നൽകാൻ കഴിയൂ എന്നും വ്യക്തികൾക്ക് ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഇവർ കോടതിയിൽ വാദിച്ചു.